ഇതറിഞ്ഞപ്പോൾ ഒരു മൊത്തം ജനറൽ റിയാക്ഷൻ എന്തായിരുന്നു? റിലേറ്റീവ്സിൻ്റെ ഒന്നും റിയാക്ഷൻ ഒന്നും കുഴപ്പമുണ്ടായില്ല. പക്ഷെ നമുക്ക് ഔട്ട്സൈഡ് ആയിട്ട് കുറേ പീപ്പിൾസ് ഉണ്ടാവില്ലേ, അവരൊക്കെ ആയിരുന്നു ഓരോ റിയാക്ഷൻസും ഓരോ കമൻറ്റ് അങ്ങനത്തെ. എന്തായിരുന്നു അങ്ങനെ കിട്ടിയ റിയാക്ഷനും കമൻറ്റും? റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേജർ സർജറിയാണ്, അപ്പോൾ ഇനി ബോഡി അവിടെ വലിയൊരു സ്കാർ ഉണ്ടാവും, പിന്നെ ഇനി അങ്ങോട്ട് ജീവിക്കാൻ ഇനി അങ്ങോട്ട് ഫ്യൂച്ചർ ഉണ്ടാവുമോ, എത്രയൊക്കെ ചെയ്താൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇതൊക്കെ എൻ്റെ ജീവിതം പോയി, എൻ്റെ ഇത് കഴിഞ്ഞു, ഇതോടെ അമ്മയും മോളും കിടപ്പിലായി, അങ്ങനെയുള്ളൊരു റിയാക്ഷനിലൊക്കെയാണ് പറയണേ. മോളെ കാര്യം ഓർത്തിട്ട് കഷ്ടം തോന്നണേ, വിഷമം തോന്നണേ, ഇങ്ങനത്തെ ഒക്കെ ഓരോ കമൻറ്റുകൾ നമുക്ക് കേൾക്കാം പുറത്തിറങ്ങുമ്പോഴൊക്കെ. പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഡോക്ടർ നല്ല ധൈര്യം തന്നു. ഇവിടെ എഴുന്നേറ്റ് നടന്ന അമ്മയമ്മയെന്നും പറഞ്ഞ് അവളും ഇതിൽ ഗൗണൊക്കെ ഇട്ടും എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് എൻ്റെ മോള് 2.5 വയസ്സുള്ളപ്പോൾ എന്നെ അമ്മയമ്മയെന്ന് വിളിച്ച് വരുന്ന ആ ഒരു രൂപമാണ് എൻ്റെ മനസ്സിൽ. എനിക്ക് അത്ര സങ്കടം. അവളിങ്ങനെ വരുന്ന കണ്ടിട്ട് അവൾ ആ വേദന മുഴുവൻ അവൾ തിന്നാണ്. എനിക്ക് അത്ര വേദന വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. ഡോണർക്കാണ് കൂടുതൽ വേദന, എന്നാലും അവൾ വേദന സഹിച്ചിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. ആ രംഗം ശരിക്കും ഒരു ലോകത്തൊരു അമ്മമാർക്കും അങ്ങനത്തെ ഒരു രംഗം ഉണ്ടാവില്ലേ എന്നാണ് ആലോചിക്കണം. ഇതിപ്പോൾ ഒരു എക്സാമിന് നമ്മൾ നല്ലോണം പഠിച്ചിട്ട് അതിന് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടി പാസ്സാവുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഭയങ്കര ഹൈ ഉണ്ടല്ലോ, അതിൻ്റെ എത്രയോ മടങ്ങാണ് ഇങ്ങനത്തെ പരിപാടികൾ. അതായത് ഇങ്ങനെ ഒരെണ്ണം റിസൾട്ട് കിട്ടി, ഇവർ രണ്ടാളുടെയും ചിരിച്ചതേ നിങ്ങൾ ഡിസ്ചാർജ് ആവാണ്, കൊണ്ടുപോക്കോ, പിന്നെ മണിച്ചു തൊത്തായിലൊക്കെ പറയണ പോലെ കൊണ്ടുപോക്കോ നിന്റെ ഗംഗയെന്ന് പറയണ പോലെ അമ്മയും കൊണ്ട് വീട്ടിൽ പൊക്കോ എന്ന് പറയുമ്പോൾ ആ ഹൈ എങ്ങനെയാണ് നിങ്ങൾ കൺട്രോൾ ചെയ്യുക? എനിക്കത് മനസ്സിലാവുന്നില്ല. കാരണം ഇവരിരുന്ന സ്റ്റോറി പറയുമ്പം എനിക്ക് ഗൂസ് ബംസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹൗ ഡു യു ഹാൻഡിൽ ദാറ്റ്? ഞാൻ അമിതമായിട്ട് സന്തോഷിക്കാറില്ല. ഞാൻ ദൈവത്തിന് പറഞ്ഞ പോലെ ഞാനും പറയും ദൈവത്തിന് നന്ദി, ഗ്രേറ്റ്ഫുൾ. നമ്മളും ഒരുപാട് അധ്വാനിച്ച് പഠിച്ച് ആണല്ലോ നമ്മൾ ഒരുപാട് നമ്മുടെ ലൈഫ് ഇത് ഏകദേശം ഒരു 35 to 40 years വരെ നമ്മൾ ഇതിനു വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യും. ബാക്കിയുള്ളവർ പല കാര്യങ്ങളും സ്പെൻഡ് ചെയ്യും, നമുക്കതിനൊന്നും പറ്റാത്ത. ഇപ്പോഴും ഇവർക്ക് തന്നെ അറിയാം, പലപ്പോഴും രാത്രിക്ക് അവിടെ തന്നെ സ്പെൻഡ് ചെയ്ത് ഫാമിലിയൊക്കെ എല്ലാം സാക്രിഫൈസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം ദൈവത്തിന് നന്ദി എന്നുള്ളൊരു വാക്കിൽ നിൽക്കും സന്തോഷം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫാമിലിയെ കാണാത്തപ്പം പലപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഹോസ്പിറ്റലിലോട്ടാണ് വരിക എന്നെ കാണാൻ, ഞാൻ അങ്ങോട്ട് പോകുന്നതിന് പകരം. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ അതൊക്കെ ഇതിൻ്റെയൊക്കെ സാക്രിഫൈസിനെ കിട്ടുന്നത് ഇതുണ്ട് ഗുണമുണ്ടെന്നുള്ളത് തെളിയിക്കുന്നതാണ് ഇവരുടെ എല്ലാം ജീവിതം.